മലയോര പട്ടണം വെള്ളറട. വെള്ളറടയുടെ അഭിമാനമാണ് അമ്പൂരി എന്ന വനപ്രദേശം. അമ്പൂരിക്ക് ഒരുപാട് കഥ പറയാനുണ്ട്. പാലായിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിപ്പാർത്ത കർഷകരുടെ പഴയ തലമുറ ഇന്നും ബാക്കിയുണ്ട്. അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ കഥ പറയുന്ന അമ്പൂരിക്ക് അഭിമാനമാണ് കുമ്പിച്ചൽ കടവ് പാലം. ഈയിടെ കുമ്പിച്ചൽ കടവ് പാലം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പുരവി മലയിലേക്കും ചെമ്പകപ്പാറയിലേക്കും അങ്ങനെ യാത്ര സുഗമമായി. ഇടത്തോട്ട് പോയാൽ മായം, നേരെ പോയാൽ പുരവിമല, വലത്തോട്ട് വിട്ടാലോ ചെമ്പകപ്പാറ. നമ്മൾ കുമ്പിച്ചൽ കടവ് എന്ന സുന്ദരമായ പാലം കടക്കുകയാണ്. അവധി ദിവസമായതിനാൽ ഒരുപാട് സ്വദേശികളും അയൽവാസികളും അയൽ സംസ്ഥാനക്കാരുമൊക്കെ ഈ പാലത്തിൻ്റെ, ഈ നാടിൻ്റെ പ്രശസ്തി കേട്ടറിഞ്ഞ് കൗതുകത്തോടെ അതൊക്കെ വീക്ഷിക്കുകയാണ്. കുമ്പിച്ചൽ പാലവും കടന്ന് നമുക്ക് പുരവിമല. പുരവിമല, ചെമ്പകപ്പാറ. പുരവിമല കണ്ടിട്ടില്ല. പാലം കടന്ന് നമ്മുടെ ജംഗ്ഷനിലെത്തി. ഇടത്തോട്ട് വിട്ടാൽ നേരെ പുരവിമല, വലത്തോട്ട് കയറ്റം കയറിപ്പോയാൽ ചെമ്പകപ്പാറ. അപ്പോൾ ഇടത്തോട്ട് നമുക്ക് ആദ്യം ഒന്ന് ചുറ്റിക്കറങ്ങി റൗണ്ട് അടിച്ചിട്ട് നമ്മൾ നേരെ ഇടത്തോട്ട് ഇവിടെ നേരെ കണ്ടു പോകണം പുരവിമല. അവിടുത്തെ ജനവാസ കേന്ദ്രമൊക്കെ കണ്ടു മടങ്ങാം. അപ്പോൾ നമ്മൾ വിടുവാണ്. പുരവിമലയിലൂടെ ഇങ്ങനെ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പുരവിമല അല്ലേ? അത് നോക്കിയാണ് ഇറങ്ങി. ഇതെല്ലാം വെള്ളത്താലും ബുദ്ധപ്പെട്ട് പുരവിമല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ അതാണ് വന്നത്. ശരി, പോട്ടെ. എന്താ ഭയങ്കര ഡാമില്ല. ഇറങ്ങി എടുക്കാൻ പോകും. കടത്തിലോട്ട് പോകണം. പോയിട്ട് ഇതിലെ പോയാ ഇലക്ഷൻ്റെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്നൊരു സ്ഥാനാർത്ഥിയുണ്ട്. ഈ പോകുന്ന വഴിക്ക് ഒരു കൗൺസിലറുടെ വീടുമുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ ഇവിടെ വാഹന സൗകര്യത്തിന് വഴി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു പരിധി അങ്ങ് നമ്മൾ അറ്റം വരെ പോയി കഴിയുമ്പോൾ പിന്നെ ഇരുട്ടി തുടങ്ങും. പിന്നെ അങ്ങോട്ട് പോകാനൊരു ചെറിയ ഭയമുണ്ട്. കാരണം പല കാട്ടാനയോ പിന്നെ അങ്ങോട്ട് വനപ്രദേശമല്ലേ, എന്തെങ്കിലുമൊക്കെ വന്യമൃഗങ്ങളുണ്ടെങ്കിൽ അപകടം വരുത്തണ്ട എന്ന് കരുതി നമ്മൾ ഒരു പരിധി വരെ അങ്ങേയറ്റം വരെ എത്തിപ്പെട്ടു. എന്നിട്ട് തിരിച്ച്
മതി ഇരിക്കാവോ അവിടെ ഇട്ട് പറയാം അങ്ങോട്ട് പോകും ഇത് മതി. ഈ വനപ്രദേശത്തും കുടിവെള്ളം എത്തിക്കാനുള്ള പൈപ്പുകളാണ് ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്നത്. എന്തായാലും സർക്കാർ വളരെ ഗൗരവമായി കാണുന്നു ഈ പ്രദേശത്തെ. പ്രത്യേകിച്ച് ഇതൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനുള്ള പുറപ്പാടിലും അതിൻ്റെ പ്രയത്നത്തിലുമാണ് സർക്കാർ. അതിനെക്കാളും വലുത് അതിൻ്റെക്കാളും വലുതാണ്. അതിനെക്കാളും വളരെ വലുത്. അത് പാർക്കിൽ സൂക്ഷിക്കുന്നു, കാടില്ല. 150 പരം വർഷം പഴക്കമുള്ള വൻ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾക്ക് മരങ്ങളൊക്കെ കണ്ടപ്പോൾ ബാംഗ്ലൂർ നമ്മുടെ ലാൽബാഗിലെ കൂറ്റൻ മരങ്ങൾ ആ ഗാർഡനിൽ കണ്ട ഒരു ഓർമ്മ കൂടി ഞാൻ പറഞ്ഞു മനസ്സിൽ കണ്ടു. എന്തായാലും വൻമരങ്ങൾ ഒരു വനപ്രദേശമാണ്. മനുഷ്യരൊക്കെ ഒരു പരിധിവരെ ഇവിടെ കുടിയേറി താമസിക്കുന്നുണ്ട്. പിന്നെ കറണ്ട് വൈദ്യുതിയും KCB ഒരു പരിധിവരെ ഉണ്ട്. അങ്ങോട്ടുള്ളിലോട്ട് ഇതിങ്ങനെ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു പൊന്മുടി ഫീലുണ്ട് ഉള്ളിലോട്ട് പോകുമ്പോഴേ. പിന്നെ കാടാണ്, പേടിക്കണം. അതിനകത്ത് കൃഷി, അതിനകത്ത് വീടുകളുണ്ട്. അവര് ഇടയ്ക്ക് വെച്ച് യാത്ര മതിയാക്കി നമ്മൾ തിരിച്ചു വീണ്ടും കുമ്പിച്ചൽ കടവിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. അവിടെ ചെന്നിട്ട് നമുക്കിനി ഇടത്തോട്ട് കയറി ചെമ്പകപ്പാറയിൽ കുറച്ച് ദൂരം പോയിച്ച് വരാം. വരുള്ളൂ, കാറും വരില്ല. കാരണം മഴയത്തൊക്കെ ഒന്ന് പോതെങ്കിൽ 4 വീൽ ഡ്രൈവിന് പറ്റും. ഇവിടെയും മനുഷ്യൻ തൻ്റെ ജീവിതം കെട്ടിപ്പടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വരുന്ന വഴി ഒരു പട്ടിയെ കണ്ടു. ആ ഇടവഴിയിൽ ഒരു ചേച്ചി അവിടെ ഇരുന്ന് പശുവിനുള്ള പുല്ല് പറിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ എത്രയെത്ര മുഖങ്ങളാണ് നാം കാണേണ്ടിയിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലെ എന്തോരം പ്രകൃതി രമണീയമായ പ്രദേശങ്ങളുണ്ട്. ഇത്തരം പ്രദേശങ്ങളെ ടൂറിസത്തിന് വേണ്ടി ഒരുക്കുകയും ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയും നല്ല വരുമാനം ഉണ്ടാക്കുകയും ചെയ്യാവുന്നതാണ്. വനപ്രദേശത്തും പുതു കൃഷിരീതി അവലംബിച്ചിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കാണുന്ന ആ പ്ലാസ്റ്റിക്. അതിനൊരു പ്രത്യേക പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ ഇവിടെയും അത്തരം കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ സഫാരി ചാനൽ ഉടമ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹം എന്തായാലും ഈ വഴി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് കണ്ട് അദ്ദേഹം വരുമായിരിക്കാം അല്ലേ. ഒരു മാസം പോലും സ്നേഹവും സംഗതി പണി ചിരിക്കണല്ലേടാ. അറിയാന്നുള്ളൊക്കെ വിളിച്ച് ചെയ്തില്ലല്ലോ നീ 6 കിലോമീറ്റർ നല്ല വെയില്. ഒരു 3 മണിയാകുമ്പോൾ ഇവിടെ വന്നാ അറ്റപ്പുറം പോവാം. ലവനും കുശനും പോലെ, കൃഷ്ണനും അർജുനനും പോലെ എപ്പോഴും നമ്മുടെ സഞ്ചാരത്തിൻ്റെ എന്നോടൊപ്പം എൻ്റെ പ്രിയ സുഹൃത്ത്
പള്ളിയിലച്ഛൻ സാമച്ചനും ഉണ്ട്. നമ്മൾ രണ്ടുമാണ് മിക്കവാറും ഇത്തരം യാത്രകൾ, രണ്ടുപേരും യാത്രാ പ്രിയരായതുകൊണ്ട് ഇത്തരം യാത്രകൾക്ക് എപ്പോഴും ഞാനും എൻ്റെ സുഹൃത്ത് സാമച്ചനുണ്ട്. ഇടയ്ക്ക് വഴിയിലിങ്ങനെ നമ്മൾ പഴയ കഥകളും പഴയ വിഡിത്തങ്ങളും പറ്റിയ അമ്പളികളൊക്കെ പറഞ്ഞും പാട്ടൊക്കെ പാടിയാണ് നമ്മുടെ യാത്ര. നമ്മൾ തിരിച്ചു നേരത്തെ ആ മൂന്നുകൂടിയ മുക്കത്തി ആ ജംഗ്ഷനിലെത്തി, ആ കുമ്പിച്ചൽ ജംഗ്ഷനിലെത്തി. നമ്മൾ ഇടത്തോട്ട് നേരെ കയറിയാൽ ചെമ്പകപ്പാറ, അവിടെ ഇച്ചിരി ദൂരം ഒന്ന് പോയച്ചും വരാം. ചക്കപ്പാറ അതെ, നീ പോണം. അങ്ങോട്ട് ചോദിച്ചു നോക്കാമല്ലോ. ഹലോ, ഈ റോഡ് എവിടെ എത്തും? ഈ റോഡ് എവിടെ ചെന്നായിരുന്നു? ഇറങ്ങും, തിരിക്കട്ടെ. കേരള വനം വകുപ്പ് വന്യജീവി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് നെയ്യാർ വന്യജീവി സങ്കേതം സെക്ഷൻ ഓഫീസ് ക്ലാമല 1 സെക്ഷൻ കാരിക്കുഴി. അതാണ് ഈ സംഗതി, അതാണ് ഈ പ്രദേശം. ഇത് അങ്കണവാടിയാണ് കേട്ടോ, അങ്കണവാടി. ഇവിടെ ഓരോ ഉദ്യോഗസ്ഥന്മാർക്ക് കോള്. അമ്മമാർ ഇവിടെ ഒന്നെന്തിനാന്നറിയാം, ഇവിടെ ഈ ഒരു താമസമായി നല്ല ഫണ്ടുകൾ എഴുതിയെടുക്കാതെ ഇതെന്നുള്ളതാണ് അതൊരാൾ പറഞ്ഞാൽ വെച്ചത്. അതാണ് ഫോറസ്റ്റിൻ്റെ ഒരു ഇതാണ്. ശരിയാണ്, ശരിയാണ്. അങ്ങനെ വീണ്ടും തിരിച്ച് നമ്മൾ കുമ്പിച്ചൽ കടവ് പാസ് ചെയ്ത് തിരിച്ച് നേരെ വിടുകയാണ്. നേരെ ചെന്ന് കയറുന്നത് അമ്പൂരി. വലത്തോട്ട് കഴിഞ്ഞാൽ അതുവഴി പന്നിമല മായം അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മളിപ്പോൾ ഇടത്തോട്ട് നേരെ അമ്പൂരിയിൽ ജംഗ്ഷനൊക്കെ കണ്ട് നമ്മുടെ യാത്ര അവസാനിപ്പിക്കും.
ഇടത് സൈഡ് കാണുന്നത് അമ്പൂരിയിലെ പ്രശസ്തമായ കത്തോലിക്ക പള്ളിയാണ്. വലത് സൈഡ് സ്കൂള്. പിന്നെ നമ്മളിത് ഈ കാണുന്നതെല്ലാം അമ്പൂരി എന്ന ടൗണാണ്. ഒരുപാട് കഥകൾ പറയാനുള്ള അമ്പൂരി ടൗൺ. ഇതാണ് അമ്പൂരി ജംഗ്ഷൻ. നാലുംകുടി അമ്പൂരി ജംഗ്ഷൻ. നേരെ പോകുന്നു നമ്മൾ കുടപ്പനോട് വഴി വെള്ളറടയ്ക്ക്. നടക്കാൻ കടയില്ല, അവധിയില്ല, ഹോട്ടലില്ല. നോക്കിയിട്ടില്ല. അടുത്ത യാത്രയുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.